എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതുസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ചേറെ നാളായി ഞാൻ വീഡിയോ ഒക്കെ ആയിട്ട് എത്തിയിട്ട്. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുന്നല്ലോ. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പടവലങ്ങയും കൊഞ്ചും ഒക്കെ ചേർത്തുള്ള ഒരു തോരനാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു തോരൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ. ഈ ഒരു തോരനായിട്ട് ഞാനൊരു ചെറിയ പടവലങ്ങ എടുത്ത് അതിന് പുറമേയുള്ള വൈറ്റ് കളറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ ശേഷം ചെറുതായി അരിഞ്ഞെടുക്കണം. ഞാൻ കുറച്ച് ഉണക്ക കൊഞ്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ ഒരു തലയും ആ ഒരു വാൽഭാഗമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കളഞ്ഞ ശേഷം ചെറു ചൂടുവെള്ളത്തിലിട്ട് ഒരു 5 മിനിറ്റ് നേരം വെച്ചിരിക്കുക. അത് കഴിഞ്ഞ ശേഷം നന്നായിട്ട് കഴുകിയെടുക്കുക. ഉണക്കക്കൊഞ്ചാകുമ്പോൾ ഒരുപാട് അഴുക്കുകളൊക്കെ ഉണ്ട്, അതൊക്കെ ശ്രദ്ധിച്ച് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുക. എന്നിട്ട് ഈ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി, അതായത് കുറച്ച് കൊഞ്ച് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി യോജിപ്പിച്ച ശേഷം നമുക്കൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. അതിനായിട്ട് ഞാൻ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിഷ്ടമുള്ള എണ്ണ ഏതാണോ അത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് ഇതിലേക്കിട്ട് നമുക്ക് വറുത്തെടുക്കാം. കൊഞ്ച് വറുക്കുന്ന കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ കൊഞ്ചൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പടവലങ്ങയും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു പടവലങ്ങയ്ക്ക് എടുത്തിരിക്കുന്നത് 2 സവാളയാണ്. പടവലങ്ങയെല്ലാം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് എരിവനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ കാന്താരിമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ എരിവിനനുസരിച്ച് എന്തുമാത്രം പച്ചമുളക് വേണോ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇനിയും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി ഈ പടവലങ്ങയിലേക്ക് ഒരു കാര്യം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. 2 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ സാമ്പാറൊക്കെ തയ്യാറാക്കിയെടുക്കുന്ന തീരെ കട്ടി കുറഞ്ഞ തുവരപ്പരിപ്പുണ്ടല്ലോ അത് കഴുകി വൃത്തിയാക്കിയ ശേഷം 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ഒരു പടവലങ്ങയിലേക്ക് ഞാൻ ഒട്ടും വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. ഒരു തോരനിലേക്ക് ചെറുതീയിൽ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇനി കട്ടിയുള്ള തുവരപ്പരിപ്പാണെങ്കിൽ ഒന്ന് വേവിച്ച ശേഷം മാത്രം ഈ ഒരു പടവലങ്ങയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. കണ്ടോ, വെള്ളം ഒന്നും ഒഴിക്കാതെ ഞാൻ തയ്യാറാക്കി എടുത്തതുകൊണ്ട് തന്നെ കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞു പോകാതെ ആ തുവരപ്പരിപ്പൊന്നും ഒട്ടുമേ വെന്തുടഞ്ഞു പോയിട്ടില്ല കേട്ടോ. കറക്റ്റ് വേവിൽ നമുക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ തോരൻ തയ്യാറാക്കുന്ന സമയത്ത് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം മാത്രമേ ചേർക്കാവൂ. ഇനിയും അവസാനം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് തേങ്ങയാണ്. അത് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പം ഏകദേശം 1/4 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. നന്നായി ഒന്ന് യോജിപ്പിച്ച ശേഷം നമുക്ക് അടുപ്പിൽ നിന്ന് ഈ ഒരു പടവലങ്ങ തോരൻ മാറ്റാവുന്നതാണ്. ഇനി അടുപ്പത്തേക്ക് ഞാൻ വേറൊരു പാൻ വെച്ചു. ഇതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് കുറച്ച് കടുക്, ഒരു 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ജീരകം, 2-3 കൊച്ചുള്ളി അരിഞ്ഞത്, 2 പച്ചമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് ഞാനൊന്ന് താളിച്ചെടുക്കുകയാണ്. കൊച്ചുള്ളിയൊക്കെ നല്ലതായിട്ട് വറുത്തെടുക്കണേ. അത് കഴിഞ്ഞ ശേഷം നമുക്ക് നേരെ പടവലങ്ങ തോരനിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഒന്നുകൂടെ യോജിപ്പിച്ചെടുക്കുക. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പടവലങ്ങ കൊഞ്ച് അതുപോലെ തന്നെ തുവരപ്പരിപ്പൊക്കെ ചേർത്ത് ഒരു തോരൻ തയ്യാറായിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒട്ടും കുഴഞ്ഞു പോകാതുള്ള പടവലങ്ങ തോരൻ നമുക്ക് തയ്യാറാക്കി കിട്ടും. തുവരപ്പരിപ്പ് വേവിക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു തോരൻ നിങ്ങൾ തയ്യാറാക്കി നോക്കിക്കോളൂ. ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.